എല്ലാവർക്കും നമസ്കാരം. US CPI ഡാറ്റ ഇൻക്രീസ്ഡ് എന്നുള്ള റിസൾട്ടിന് പിന്നാലെ ഡോ ജോൺസും അതുപോലെ അമേരിക്കൻ നാസ്ഡാക്ക് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് അതിഭയങ്കരമായ റാലി നടത്തിയതിന് പിന്നാലെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്നോണം നമ്മുടെ മാർക്കറ്റും ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോയില്ല, എന്നാലോ കാര്യമായിട്ട് താഴത്തേക്കും വന്നില്ല. അത് പ്രത്യേകിച്ചും അതിനുള്ള കാരണം ഓസ്ട്രേലിയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലണ്ട് GDP ഡാറ്റയും ഇൻക്രീസ്ഡ് എന്നുള്ള റിസൾട്ടാണ്. അതേപോലെ ജർമ്മൻ CPI ഡാറ്റയും ഇൻക്രീസ്ഡ് ആണ്. ഇതിൻ്റെ എല്ലാം പിൻബലത്തിലാണ് ഇന്ന് താഴത്തേക്ക് വന്നില്ല. അല്ലാത്ത പക്ഷം ഇന്ന് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നേനെ. പക്ഷേ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ആ ഒരു സൈഡ് വേയിലായതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായ ട്രേഡിംഗ് ഒന്നും നടന്നിട്ടില്ല. നമുക്കും കാര്യമായ ട്രേഡിംഗ് ഒന്നും ഇന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതീക്ഷിച്ചതിലും കൂടുതലുള്ള ഒരു Q3 റിസൾട്ടാണ് HDFC ലൈഫ് ഷെയറിന് ഇന്ന് വന്നിരിക്കുന്നത്. 10% ഇൻക്രീസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ L&T ടെക്നോളജി സർവീസും 10% പോസിറ്റീവ് ആയിരിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡർബർഗ് എന്ന സ്ഥാപനം 2 തവണയാണ് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ ആ സ്ഥാപനം പ്രവർത്തനം നിർത്തുന്നതായിട്ടൊരു പ്രഖ്യാപനം വന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് അദാനി ഷെയറുകളെല്ലാം തന്നെ നല്ല പോസിറ്റീവ് മൂവ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ബ്രോക്കർമാരുടെ നല്ലൊരു വിലയിരുത്തലാണ് സൊമാറ്റോയ്ക്കും പേടിഎമ്മിനും അതുപോലെ തന്നെ PB ഫിൻടെക്കിനുമൊക്കെ വന്നതുകൊണ്ട് അതും ഒരു 7% ഇന്ന് പോസിറ്റീവിലാണ്. അതേപോലെ അമേരിക്കയിൽ നിന്ന് ആസാദ് എഞ്ചിനീയറിങ്ങിന് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്, ഒരു വലിയ ഓർഡറാണ്. അതുകൊണ്ട് അതും ഒരു 5% ഇന്ന് പോസിറ്റീവിലാണ്. അതേസമയം നമ്മുടെ രൂപയുടെ മൂല്യത്തകർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 86.43 രൂപയിലാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് 86.48 രൂപയിലേക്ക് കയറുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ഗോൾഡ് 2710 വരെ എത്തിയിട്ടുണ്ട്. 59,100 രൂപയാണ് പവന്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തുടർന്ന് പോവുകയാണ്. നാച്ചുറൽ ഗ്യാസ് ആൾ ടൈം ഹൈയിലാണ് എത്തി നിൽക്കുന്നത്. ടോട്ടലി ഗ്ലോബൽ ലെവലിൽ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവാണ്. ഇന്നലെ പറഞ്ഞ നമ്മുടെ ലെവലുകൾ ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. നിഫ്റ്റിയിൽ നമുക്കായിട്ടില്ല. 23,150 താഴെയും 23,340 മുകളിലുമാണ്. അതിനും മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്ത് നേരെ കുറച്ച് താഴേക്ക് വരികയാണ്. പിന്നീട് ഒരു സൈഡ് വേ ആയതുകൊണ്ട് നമുക്കിന്ന് അതിൽ എൻട്രി ലഭിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ രീതി തന്നെ ആയിരിക്കും തീർച്ചയായും. ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് നമുക്ക് എൻട്രിക്കുള്ള ഒരു ചാൻസ് ലഭിച്ചിട്ടില്ല. അതിന് മുകളിൽ തന്നെയാണ് ട്രേഡിംഗ് ആയിക്കൊണ്ടിരുന്നത്. സെൻസെക്സിലും സമാനമായ അവസ്ഥ തന്നെയാണ്. നമുക്കിന്ന് മൊത്തത്തിൽ 3 ഇൻഡെക്സിലും എൻട്രി ലഭിച്ചിട്ടില്ല. അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നാളെ ഏതെല്ലാം ലെവലുകളിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. നിഫ്റ്റി 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇനി കുറച്ചുകൂടെ മുകളിലേക്ക് വന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിന് റെസിസ്റ്റൻസ് എടുത്ത് ഒരുപക്ഷെ താഴേക്ക് വരാനായിരിക്കും സാധ്യത. അതല്ല കണ്ടിന്യൂ ഇനി പോസിറ്റീവ് ആണ് നടക്കുന്നതെങ്കിൽ ഇതിനും ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാനും മതി. ഏതായിരുന്നാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ കാര്യമായ ഒരു മാറ്റം. പ്രധാന കാരണം ബജറ്റിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഒരു മാർക്കറ്റിലൊരു മൂവ്മെൻ്റൊക്കെ ഇനി നടക്കണമെങ്കിൽ ബജറ്റ് കഴിയേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻ്റാണ്, അതല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഒരു ഫ്യൂച്ചർ കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് കയറുന്നതായിട്ട് തന്നെയാണ് പരമാവധി കാണുന്നത്. തിരിച്ചും സംഭവിക്കാം. മാർക്കറ്റാണ്, നമുക്ക് ഒന്നും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ടെക്നിക്കലൊന്നും വർക്ക് ചെയ്യില്ല. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് നാളെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്ത് പോകാം. ഇന്നത്തെ ഹൈയിൽ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. 23,400 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി എടുക്കാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ മതി. ഈ ഒരു 23,450 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ഇതിന് മുകളിലേക്കും എൻട്രി എടുക്കാം. ഡൗൺ സൈഡിലേക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാവുന്നതാണ്. 23,270 താഴെ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു സിംഗിൽ നിന്ന് 23,140 താഴെയും
നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. നോക്ക്, ഇവിടെ നിന്നൊരു പാരൽ ചാനലിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതേസമയം ഇവിടെ നിന്നും ഇന്നലെ ഡൗൺ സൈഡിലേക്ക് വന്നു. ഈ ഡൗൺ സൈഡ് വന്നപ്പോഴാണ് നമ്മളൊരു എൻട്രി ധൈര്യപൂർവ്വം എടുത്തത്. പക്ഷേ അത് നമുക്ക് കാര്യമായ ഒരു പ്രോഫിറ്റ് തന്നില്ല. ചെറിയ തോതിൽ താഴത്തേക്ക് വന്നിട്ട് റിട്ടേൺ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡ് തന്നെയാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ബജറ്റ് വരെ ചെറിയ ഒരു അനക്കമേ ഉണ്ടാവൂ എന്നുള്ളതാണ് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് നാളെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 49,470 മുകളിൽ എൻട്രി എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 49,030 താഴെയും. ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ തൊട്ട് മുകളിൽ നിന്ന് തന്നെ ഈ ഒരു സിംഗിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. 49,570 മുകളിൽ 100 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട് 15 മിനിറ്റ്സും 1 അവറും തമ്മിൽ. ഓക്കെ, ഡൗൺ സൈഡിലേക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാം 49,030 നിന്ന്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഹൈ ഇന്ന് ഓപ്പൺ ചെയ്ത് 77,320 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുക. ഡൗൺ സൈഡിലേക്ക് 76,880 താഴെയും 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇതിന് താഴെ എൻട്രി എടുത്താൽ മതിയാവും. 76,460 താഴെ. ഓക്കെ, ഡൗൺ സൈഡിലേക്ക് അപ്പ് സൈഡിലേക്ക് 77,460 മുകളിലും. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിൽ നോക്കൂ, ഒരു ചാനൽ പാറ്റേണിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ ഒരു ലെവലിൽ തന്നെയാണ് ഒരു പാരൽ ചാനൽ വഴിയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താഴത്തേക്ക് ബ്രേക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഇനി വിരളമാണ്. നോക്കാം ഏതായിരുന്നാലും. ഓക്കെ, ഈ 3 ഇൻഡെക്സുകളും നാളെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കറക്റ്റായി മാർക്ക് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.